ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം പാടണമെന്ന് പോസ്റ്റൽ വകുപ്പിൻ്റെ തിരുവനന്തപുരം മേഖല ആഘോഷത്തിന് നൽകിയ BMS നൽകിയ നിർദ്ദേശമാണ് ഇന്ന് രാവിലെ മുതൽ ചർച്ചയിലായത്. ഏതായാലും അതിന് പിന്നാലെ വലിയ വിവാദമായി ജോൺ ബ്രിട്ടാസ് MP അടക്കം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. അതിനുശേഷം എന്തായാലും തപാൽ വകുപ്പ് ആ തീരുമാനം തന്നെ റദ്ദാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം മേഖല ഓഫീസിലെ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി. പരിപാടി റദ്ദാക്കിയതായി ജീവനക്കാർക്ക് ഇമെയിൽ ലഭിച്ചു. നാളെയാണ് തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖല ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷം നടത്താൻ ഇരുന്നത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഏതായാലും RSS ഗണഗീതവും അതോടൊപ്പം തന്നെ കാവി സാരി ചുറ്റിയ വനിതയുമൊക്കെ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് പൊതുപരിപാടികളിൽ കൊണ്ടുവന്ന് RSSന് സ്വീകാര്യത വരുത്താൻ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിൽ അത് നടപ്പില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. സമാന്തരമായി തന്നെയാണ് IFFK-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി എടുത്ത് പറയേണ്ടത്. ഏതായാലും ആ ഗണഗീതം ഇവിടെ പാടേണ്ട എന്ന് കേരളം തീരുമാനമെടുത്തിരിക്കുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ആ തീരുമാനം അവർക്ക് പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. തീർച്ചയായും സിജു, അതായത് തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖല ആസ്ഥാനത്ത് അവിടെയാണ് നാളെ ക്രിസ്മസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ എന്ന പേരിലാണ് RSSന്റെ ഗണഗീതം ആലപിക്കുവാനുള്ള അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BMS കത്ത് നൽകിയത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അതായത് ഈ പോസ്റ്റൽ ഓഫീസിലെ തന്നെ ഇടത് സംഘടനകളടക്കം വലിയ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വിഷയം കൂടുതൽ വിവാദമാകുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് MP അടക്കം കേന്ദ്രമന്ത്രിക്ക് ഈ വിഷയത്തിൽ കത്തയക്കുന്നത് അടക്കമുള്ള നടപടി ഇതിൽ ഉണ്ടായി. വലിയ തോതിൽ ഇതിൽ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും നിലവിൽ ഇപ്പോൾ തപാൽ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് നാളത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടി അത് പൂർണ്ണമായും റദ്ദാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ ജീവനക്കാർക്ക് ഇമെയിലിലൂടെ നൽകിയിരിക്കുന്നത്. കരോൾ ഗാനത്തിനൊപ്പം ഗണഗീതവും പാടണം എന്നതായിരുന്നു BMSന്റെ ആവശ്യം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇത് അത്തരത്തിലുള്ള നീക്കങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം യുവജന സംഘടനയായ DYFI അടക്കം അതിനെതിരെയുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. ഇത്തരത്തിൽ വിഷയം വിവാദമാവുകയും വലിയ തോതിൽ പല കോണിൽ നിന്നായി പ്രതിഷേധം ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടി തന്നെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഷീജ, ഏതായാലും ഒരുപക്ഷെ ഈ വിവാദമായില്ലെങ്കിൽ ഈ BMS എന്ന് പറയുന്ന സംഘപരിവാർ സംഘടന, ട്രേഡ് യൂണിയൻ സംഘടന ഈ കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ BMS എടുത്ത നിലപാടുകളെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേള കൂടിയാണ്. BMSന് ഇവിടെ എന്താണ് റോള്? ഗണഗീതത്തിന് എന്താണ് റോള്? RSSന്റെ ശാഖകളിൽ പാടുന്ന ഗണഗീതം അത് പോസ്റ്റൽ സർവീസിനോട് നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഒരു തൊഴിലാളി സംഘടന മാറുകയും ചെയ്യുന്നു. സംഘപരിവാർ സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഇത് വിവാദമായിരുന്നില്ലെങ്കിൽ, മാധ്യമങ്ങൾ കൈരളി ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്തിരുന്നില്ലെങ്കിൽ നാളെ അവിടെ ഈ ഗണഗീതം ഈ പരിപാടിയിൽ പാടേണ്ടി വരുമായിരുന്നു. തീർച്ചയായും സിജു, അത് തന്നെയാണ്. കാരണം ക്രിസ്മസ് ആഘോഷ പരിപാടിക്ക് RSS ഗണഗീതത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യേണ്ടത്. കാരണം നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഇടങ്ങളിൽ പല ആഘോഷ പരിപാടികളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുപരിപാടിയാകട്ടെ അവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള RSS ഗണഗീതം കൊണ്ടുവന്ന് അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ RSSന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇതൊക്കെ വലിയ തോതിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ RSSന്റെ ഭാഗത്ത് നിന്നും നടന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഉയർന്നിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ആ പരിപാടി തന്നെ റദ്ദാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശരി ഷീജ.